ലെമീൻ യമാലിനെങ്ങാനും ഈ വർഷത്തെ ബാലൻഡിയോർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിബിലിറ്റി പോവും എന്നാണ് ചിലർ പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അണ്ണൻ പറഞ്ഞല്ലോ ബാലൻഡിയോറിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ നഷ്ടമായി എന്നും ചിലർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ബാലൻഡിയോറിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഹേറ്റോ ബാക്കി കാര്യങ്ങളുള്ളതുകൊണ്ടൊന്നുമല്ല, പക്ഷെ പുള്ളിക്കാരന് ഇത് കിട്ടാതെ വന്ന സമയം മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്രെഡിബിലിറ്റിയെ പുള്ളി ചോദ്യം ചെയ്ത് തുടങ്ങിയെന്നുള്ളത് ഒരു വാസ്തവമാണെന്നുള്ളതാണ്. കിട്ടിയപ്പോഴോ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു എന്നുള്ളത് ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പുറത്തേക്ക് എന്തിനാണ് ഈ യമാലിനെ ഇപ്പോഴേ ക്രൂശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള ലിസ്റ്റ് വന്നിട്ടില്ല. ബാലൻഡിയോറിന്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോരെ ആർക്കാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ഡിസേർവിംഗ് ആണ് അല്ല എന്നൊക്കെ പറയുന്നത്. അതൊന്ന് വരട്ടെ, നിങ്ങൾ ഇത്രയും പേടിക്കാതെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അണ്ണൻ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻഡിയോറിന് ക്രെഡിബിലിറ്റി ഇല്ല. ശരി, ബാലൻഡിയോറിനെ തള്ളി. ഇനി ഏത് വിശ്വസിക്കാം? ഗ്ലോബ് സോക്കർ അവാർഡ്സാ? അടിപൊളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ എൻ്റെ അറിവിൽ 2010 മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. ആ സമയം മുതൽ ഈ സമയം വരേക്കും അണ്ണന് ബെസ്റ്റ് പ്ലെയർ മാത്രമല്ല, അല്ലാതെ എത്ര അവാർഡ്സ് അണ്ണന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കുറച്ചും കൂടെ ക്രെഡിബിൾ ആവുന്നതെന്നും കൂടെ തോന്നുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.